തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം ചാരുമൂട് അദ്ദേഹം ഹെലികോപ്റ്ററിൽ അവിടെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പിന്നീട് 10 മിനിറ്റ് മതി എന്ന് ഡാൻ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രവർത്തകർ വലിയ ആവേശത്തിലാണോ പ്രധാനമന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ എത്തിയിട്ടുള്ളത്. ഞാനുള്ളത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ്, അതായത് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വേദിക്ക് ഏതാണ്ട് 100 മീറ്ററുകൾക്ക് ഇപ്പുറത്താണ്. വലിയ സുരക്ഷാ ക്രമീകരണം അവിടെ ഈ റൂട്ടിൽ മുഴുവൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 വശത്തും ബാരിക്കേഡ് വെച്ച് ആളുകളെ നിയന്ത്രിച്ചിട്ടുണ്ട്. വലിയ ആവേശത്തോടുകൂടി രാവിലെ മുതൽ വന്നു നിൽക്കുന്ന ആളുകളുടെ വീടുകൾക്ക് മുകളിൽ പോലും നിന്ന് മോദിയെ കാണാൻ, പ്രധാനമന്ത്രി ആദ്യമായി കാട്ടാക്കടയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ നിൽക്കുന്ന ആളുകളുണ്ട്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, അതുപോലെ തന്നെ പ്രായമായ ആളുകളുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തകരുടെ പങ്കാളിത്തം അത് കാട്ടാക്കട സ്കൂളിനുള്ളിൽ മാത്രമല്ല പുറത്തും വലിയ രീതിയിൽ ആൾക്കൂട്ടം തിങ്ങി നിറഞ്ഞു തന്നെ മോദിയെ കാണാൻ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് 2:15 അദ്ദേഹത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് പേജിലും മറ്റും സമയം അദ്ദേഹത്തിന് പൊതുപരിപാടിയുടെ സമയം ക്രമീകരിക്കും. പക്ഷേ അല്പം കൂടി വൈകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ ഹെലികോപ്റ്റർ ഇറങ്ങിയാൽ പരമാവധി 10 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിന് ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലാണ് ഈ അകലം ക്രമീകരിച്ചിട്ടുള്ളത്. ആദ്യം ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങാനാണ് തീരുമാനിച്ചത്. പിന്നീട് അത് മാറ്റുകയായിരുന്നു. ഇതിലൊരു പൊതു ഗ്രൗണ്ടാണ്, മൈതാനത്താണ് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ മുൻവശത്ത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമുണ്ട്. വലിയ രീതിയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ, സിറ്റി പോലീസ് കമ്മീഷണറും റൂറൽ SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇവിടെ കേരള പോലീസിന്റെ സുരക്ഷാ ചുമതല, സുരക്ഷാ ക്രമീകരണങ്ങൾ. അതിനപ്പുറത്തേക്ക് SPGയുടെ സുരക്ഷാ സന്നാഹമുണ്ട്. ഇവിടുത്തെ ഉയർന്ന കെട്ടിടങ്ങളിലും മറ്റ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുമൊക്കെ SPG സുരക്ഷയുണ്ട്. പൂർണ്ണമായും ഈ സുരക്ഷ SPGയുടെ നിയന്ത്രണത്തിലാണ്. അതിനു പുറമെയാണ് കേരള പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളും. ഗതാഗതം മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നു. കാൽനട യാത്ര പോലും സാധ്യമാവാത്ത തരത്തിൽ പൂർണ്ണമായും റോഡ് അടച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷ ഒരുക്കുന്നത്. ബാരിക്കേഡിനപ്പുറം മാത്രം ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണം. അപ്പോഴും മോദിയെ കാണാൻ വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. കുട്ടികളുണ്ട്, പ്രായമായ ആളുകളുണ്ട്. എല്ലാവരും നരേന്ദ്രമോദി ഈ കാട്ടാക്കടയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയ ആളുകളാണ് കൂടുതൽ. ഒരുപക്ഷെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ഒരു ആൾക്കൂട്ടോ BJPയുടെ അനുഭാവികൾക്ക് അപ്പുറത്തേക്ക് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനെത്തിയ ആളുകളുടെ ഒരു നിരയും നമുക്ക് ഇവിടെ പലയിടത്തും കാണാനാകും. വലിയ രീതിയിലുള്ള ആവേശത്തോടു കൂടി പ്രവർത്തകർ ഇവിടെ എത്തി നിൽക്കുകയാണ്. ചേട്ടാ, എവിടെ നിന്ന് വരുന്നതാണ്? പ്രധാനമന്ത്രി കാണാൻ വന്നതാണോ? അല്ല, ഞാൻ ആ പാർട്ടിയിലെ അനുഭാവിയാണ്. നേരത്തെ കണ്ടിട്ടുണ്ടോ പ്രധാനമന്ത്രി? കണ്ടിട്ടുണ്ട്. ഞാൻ കിഴക്കോട്ട് പോയി കണ്ടിട്ടുണ്ട്. കട്ടക്കട ആദ്യമായിട്ട് വരാൻ തോന്നുന്നല്ലേ? കട്ടക്കട ആദ്യമായിട്ടാണ്. എവിടെ നിന്ന് മോദിയെ കാണാൻ വേണ്ടി. വലിയ ആവേശമാണല്ലേ മൊത്തത്തിൽ? മോദിയെ കാണാൻ വേണ്ടി എത്ര വെയിലത്ത് കാണാനുള്ള ആവശ്യത്തോടെ നമ്മൾ ഒരു കുട്ടികളും ഒക്കെ ഉണ്ട് ഇവിടെ. മോദിയെ കാണാൻ വന്നതാണോ? മോദി അറിയാമോ? ആരാണ് നരേന്ദ്രമോദി? ആരാണ്? പ്രധാനമന്ത്രി അല്ലേ? കാണാൻ വന്നതാണ്. വീടെവിടെ? അല്ലേ? ഇത്തരത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രധാനമന്ത്രി കാണാനായി എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിന്റെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കപ്പെടാൻ പോകുന്ന പ്രസ്താവനകൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് തീർച്ചയായും അദ്ദേഹം എന്ത് പറയുന്നു എന്നത് വളരെ പ്രധാനമാണ്. അതിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും. കനത്ത സുരക്ഷയിലും വഴിയോരങ്ങളിലൊക്കെ ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിയെ കാണാനായി. അല്പസമയത്തിനകം അദ്ദേഹം അവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക്